ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലോക്ക്ഡൗൺ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ കോവയ്ക്കയുടെ സീസണും ആണല്ലേ. കോവയ്ക്ക കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് മീനൊക്കെ കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ മീനൊന്നും വേണ്ട, ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാൻ. കോവയ്ക്ക ഇഷ്ടമില്ലാത്തവർ പോലും കഴിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ 3/4 കിലോ കോവയ്ക്കാണ് എടുത്തു വെച്ചിരിക്കുന്നത്. കോവയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം താഴെ മുകളിലും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് കോവയ്ക്ക കൊണ്ട് ഫ്രൈ ആണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. നല്ല എളുപ്പത്തിലുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി പറഞ്ഞു തന്നത് ഹസ്ബൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പ്രകാശേട്ടനാണ്. പ്രകാശേട്ടൻ്റെ വൈഫ് ദീപ ചേച്ചിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എനിക്ക് ആദ്യം ഉണ്ടാക്കി നോക്കിയപ്പോൾ തന്നെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. കോവയ്ക്ക ഇഷ്ടമില്ലാത്തവർ പോലും കഴിക്കും. നല്ല ടേസ്റ്റാണ്. ലോക്ക്ഡൗണിലൊക്കെ മീനൊക്കെ കിട്ടാൻ പാടാണ്. അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഓരോ കോവയ്ക്കയും 4ആയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തെടുക്കാനുള്ള മസാല തയ്യാറാക്കി എടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. 5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ നല്ല കളറും ഉണ്ടാവും, എരിവും കുറവായിരിക്കും. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് പകുതി കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും ചേർത്താൽ മതി. എരിവിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കൂടിപ്പോവരുത്. വെള്ളം കൂടിപ്പോയാൽ അരപ്പ് കോവയ്ക്കയിൽ നല്ലപോലെ പുരണ്ടിരിക്കില്ല. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പിനേക്കാളും കുറച്ചൊന്ന് കൂടി നിൽക്കണം, എന്നാലേ കോവയ്ക്ക വറുത്തെടുക്കുമ്പോൾ ഉപ്പ് തോന്നുള്ളൂ. ഇല്ലെങ്കിൽ ഒട്ടും ഉപ്പ് തോന്നില്ല. ഇനി നമുക്ക് കുറച്ച് കോവയ്ക്ക ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ കോവയ്ക്കയും ഒരുമിച്ച് ചേർക്കുന്നതിനേക്കാളും ഇതുപോലെ കുറച്ചിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ മസാല പിടിച്ചു വരും. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഒരു പാൻ ചൂടാക്കിയെടുക്കുക. ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താൽ കുറേ കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കോവയ്ക്ക ഇട്ട് കൊടുക്കുക. തീ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. 6-7 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒന്ന് മൊരിഞ്ഞ് വരണം, അപ്പോഴാണ് ടേസ്റ്റ്. ഇതുപോലെ ആയി വരണം. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി താഴ്ഭാഗവും വെന്ത് വരണം. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. മൊരിഞ്ഞിരിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. നമ്മുടെ സ്റ്റൗവിൻ്റെ ചൂടനുസരിച്ചിരിക്കും കേട്ടോ. ചിലപ്പോൾ കുറച്ച് കൂടുതൽ സമയം എടുക്കും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്തത് ഇട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചോറിനോടൊപ്പം ഒരു മോര് കറിയും കോവയ്ക്ക ഫ്രൈയും കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട. അപ്പോൾ മീനില്ലാത്ത സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.